Hi everyone. We were studying about the AWT controls, and in the previous class we have discussed label and button. Today we are going to discuss the topics checkbox, radio button and choice. So without any delay, let me move on to the topics. Okay, before moving on to the details of the programming section, we have to know what you mean by a check box. ഒരു ചെക്ക് ബോക്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് ആദ്യം നോക്കണേ. അപ്പോൾ നമ്മളൊരു എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യുകയാണെങ്കിൽ അതായത് നെറ്റിൽ ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള പോർഷൻസിൽ ഒരു ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയറിൻ്റെ അകത്ത് നമ്മളൊരു ടിക്ക് മാർക്ക് ഇടും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ചെക്ക് ബോക്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു ബട്ടൺ പോലെ തന്നെയാണ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇവൻറ്റ് ജനറേറ്റ് ആവും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ദർ വിൽ ബി ഐറ്റം ലിസണർ ഇൻ്റർഫേസ് വിൽ ബി അറ്റാച്ച്ഡ് അലോങ് വിത്ത് ദിസ് ഇവൻറ്റ് ആൻഡ് കറസ്പോണ്ടിങ് ഓരോ തവണയും നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐറ്റം ചേഞ്ച് മെത്തേഡ് കോളാവും. അതിൽ തന്നെ ഇപ്പോൾ ഓരോ ലിസണർ ഇൻ്റർഫേസ് ഉണ്ടാവും ഒരു ബട്ടണിൽ എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്താ ഉണ്ടാവുക, ഈ ലിസണർ ഇൻ്റർഫേസിൻ്റെ അകത്ത് ഐറ്റം ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇതിലേക്ക് ഈ മെത്തേഡിലേക്ക് ഐറ്റം ഇവൻ്റ് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്താണ് ആക്ഷൻ വേണ്ടത്, ഈ ഇവൻ്റ് നടക്കുമ്പോൾ എന്ത് ആക്ഷനാണ് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഉണ്ടാവും. നൗ ലെറ്റ് മീ മൂവ് ഓൺ ടു ദ ചെക്ക് ബോക്സ് കൺസ്ട്രക്റ്റേഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ ബേസിക് ആയിട്ട് 4 കൺസ്ട്രക്റ്റേഴ്സാണ് പറയുന്നത്. ആദ്യത്തെ 2 നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഫസ്റ്റത്തെ ജസ്റ്റ് ചെക്ക് ബോക്സ്, ഇറ്റ് ക്രിയേറ്റ്സ് എ ചെക്ക് ബോക്സ് ഹൂസ് ലേബൽ ഈസ് ഇനീഷ്യലി ബ്ലാങ്ക്. എപ്പോഴും പറയുന്ന പോലെ ഇതിനൊക്കെ ഒരു ലേബൽ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ നേരത്തെ സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനൊക്കെ ഒരു ലേബൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. ഈ ഏത് ടൂളാണോ ഏത് കൺട്രോളാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ പേര് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ദെൻ ദ ചെക്ക് ബോക്സ് സ്ട്രിങ് STR ക്രിയേറ്റ്സ് എ ചെക്ക് ബോക്സ് ഹൂസ് ലേബൽ ഈസ് സ്പെസിഫൈഡ് ബൈ STR. ഓൾറെഡി നമ്മൾ നെയിം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് സ്ട്രിങ് STR വെച്ചിട്ട് നമുക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നെയിം പറയാൻ പറ്റും. ഓക്കെ, ചെക്ക് ബോക്സ് സ്ട്രിങ് STR ബൂളിയൻ ഓൺ, അതായത് അതിൻ്റെ സ്റ്റേറ്റും കൂടെ ഇനീഷ്യൽ സ്റ്റേറ്റും കൂടെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതാണ് തേർഡ് മെത്തേഡ്. ദെൻ ചെക്ക് ബോക്സ് സ്ട്രിങ് STR ബൂളിയൻ ഓൺ ചെക്ക് ബോക്സ് ഗ്രൂപ്പ് CB ഗ്രൂപ്പ്. ഇത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു സ്ട്രിങ് STR നിങ്ങൾക്കറിയാം, ബൂളിയൻ ഓൺ അറിയാം, സ്റ്റേറ്റ് ഏതാണെന്ന് ഓൾറെഡി, അതായത് അത് ടിക്ക് ഓൺ ആണോ ഓഫ് ആണോ അത് നമ്മൾ ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുക. പിന്നുള്ളതൊരു ചെക്ക് ഗ്രൂപ്പാണ്, ചെക്ക് ബോക്സ് ഗ്രൂപ്പാണ്. അത് ഞാൻ അടുത്ത സെക്ഷനിൽ പറഞ്ഞുതരാം എന്താണ് അതിൻ്റെ യൂസേജ്, എവിടെയാണ് വരിക എന്നുള്ളത്. Now we are going to discuss the methods, common methods used in checkbox. First one is void set label string STR to set the label. String get label to that we know to get the value of the current label. And the third method is void set state boolean state. In the previous section I have discussed the term the state of a checkbox. To set a state in a particular checkbox we are using this particular method. Okay, then boolean get state. As we know, the get method is to get a particular thing. Here we need to get the state of the particular checkbox, so we are using the get state method. And the fifth one is void add item listener I. It adds the specified item listener to receive the item events from this checkbox. It supplies the events from the item event object and do the specified actions as mentioned in the item event object. Okay, the final method is void set checkbox group checkbox group G. It sets the checkbox group to specified checkbox group. And last one we will be discussing in the upcoming slides. Here we are not using this particular method, so I am not concentrating upon this method. Okay, now before moving to the programming part, I would like to discuss the output of the particular program.
എന്ത് ഔട്ട്പുട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഡെമോൺസ്ട്രേഷൻ ഓഫ് ചെക്ക് ബോക്സ് എന്നുള്ള നെയിമിൽ ഒരു ലേഔട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു 4 ലാംഗ്വേജസ് കാണാൻ പറ്റുന്നുണ്ട്. C++, ജാവ, PHP. അപ്പോൾ നമ്മൾ ഈ സ്ക്വയറിൻ്റെ അകത്ത് ടിക്ക് ഇട്ടുള്ള അതിനെയാണ് ചെക്ക് ബോക്സ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇതിലെന്താ വേണ്ടത്, നമുക്ക് ഇനി ഒരു ലേബലിൽ നമ്മൾ ഏതിനൊക്കെയാണോ ഈ ചെക്ക് ബോക്സിൽ ടിക്ക് വന്നിരിക്കണേ അത് നമുക്ക് ഒരു ലേബലിൽ ഡിസ്പ്ലേ ആവണം. യു ഹാവ് സെലക്റ്റഡ് C++, ജാവ ആൻഡ് PHP. ഇവിടെ 3 ടിക്ക് കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ആ ലേബലിൻ്റെ അകത്ത് യു ഹാവ് സെലക്റ്റഡ് C++, ജാവ ആൻഡ് PHP എന്ന് വന്നിരിക്കണേ. C സെലക്റ്റഡ് അല്ല, അതുകൊണ്ട് ആ ലേബലിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രോഗ്രാം എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പാക്കേജ് എന്താണ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയേണ്ടി വരില്ലേ തോന്നുന്നു. ഗ്രാഫിക്സ് ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് AWT എന്നുള്ള പാക്കേജ്. പിന്നെ ഒരു ഇവൻറ്റ് ലിസണറൊക്കെ വരുന്നതുകൊണ്ടാണ് AWT.event എന്നുള്ള പാക്കേജ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ സ്ലൈഡിലൊക്കെ പഠിച്ചതാണ്, നേരത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയുള്ള പോർഷൻസ് പറഞ്ഞു പോകാം. ഇപ്പോൾ സ്ട്രിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. എന്തിനാണത്, നമ്മൾ ലേബലിൽ മെസ്സേജ് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഒരു സ്ട്രിംഗ് മെസ്സേജ് പറഞ്ഞിട്ടൊരു ബ്ലാങ്ക് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളൊരു 4 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ 4 ലാംഗ്വേജാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, C++, ജാവ, PHP. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 4 സ്ക്വയർ ബോക്സ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഒബ്ജക്ട്സ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഒന്നിൽ നമ്മളെപ്പോഴും ടിക്ക് മാർക്ക് ഓൺ ചെയ്ത് ഇടും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പോവും. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഒരു ടിക്ക് മാർക്ക് വരുന്ന പോലെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ലൈനിൽ ചെക്ക് ബോക്സ് C1 = ന്യൂ ചെക്ക് ബോക്സ് C നൾ ട്രൂ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, അതിന് നമ്മൾ ട്രൂ എന്നുള്ള സ്റ്റേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ടിക്ക് മാർക്ക് കിടക്കുന്നുണ്ടാവും. നമ്മൾ ഇപ്പോൾ ഔട്ട്പുട്ടിൽ 3 ക്ലിക്ക് ചെയ്തിട്ടാണ് കണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ട്രൂ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് 3 നമ്മൾ അങ്ങനെ സ്റ്റേറ്റ് ഒന്നും കൊടുക്കാണ്ട് ഡിഫൈൻ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ലേബൽ L, ആ മെസ്സേജ് വരാൻ വേണ്ടിയിട്ടുള്ള ലേബലാണ്. ഓക്കെ, ഇനി ആ ലേ ഔട്ടിൻ്റെ പോർഷനാണ് പബ്ലിക് ചെക്ക് ബോക്സ് ഡെമോ സ്ട്രിംഗ് എസ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ എസ്, പിന്നെ ലേ ഔട്ട്, സെറ്റ് ലേ ഔട്ട് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ലേ ഔട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് വല്ലാതെ മെൻഷൻ ചെയ്യാത്തത്. സോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിപ്പോൾ ചെക്ക് ബോക്സിൻ്റെ ഒബ്ജക്ട്സ്, ലേബൽ, അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ലേ ഔട്ടിലേക്ക് ആഡ് ചെയ്യണം. അതെല്ലാം നമ്മൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവൻറ്റ് ലിസണർ, ഐറ്റം ലിസണറും ആഡ് ചെയ്ത് വെച്ചു. ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ PPTയിലൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. C1.add item listener this, അതായത് C1ലേക്ക് ഒരു കറസ്പോണ്ടിങ് ഐറ്റം ലിസണർ നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. അതേപോലെ C2ലേക്കും C3ലേക്കും C4ലേക്കും വെച്ചു. കാരണം അതിനൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കറസ്പോണ്ടിങ് ആക്ഷൻ പെർഫോം ചെയ്യാനുണ്ട്. ഇപ്പോൾ ഏതൊരു അത് സെലക്ട് ആവാം അല്ലെങ്കിൽ ഡീസെലക്ട് ആവാം. ഇപ്പോൾ സെലക്ട് ആയാലും ഡീസെലക്ട് ആയാലും അതിനൊക്കെ കറസ്പോണ്ടിങ് ഒരു ഇവൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. അതിന് ആ ഇവൻറ്റ് ഒബ്ജക്റ്റിൽ കറസ്പോണ്ടിങ് ആക്ഷൻ ഉണ്ടാവും. അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനാണ് ഇതിനൊക്കെ ഓരോ ലിസണർ ഇൻ്റർഫേസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു മെത്തേഡാണ് ഐറ്റം സ്റ്റേറ്റ് ചേഞ്ച് പറഞ്ഞിട്ടൊരു മെത്തേഡാണ്. അത് ഐറ്റം ഇവൻറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ഇവൻറ്റ് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ആക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതെന്തൊക്കെയാണെന്നാണ് ഈ മെത്തേഡിൽ നമ്മൾ പറയണത്. ഇപ്പോൾ മെസ്സേജ് എന്താണ് വന്നിരിക്കുന്നത്, യു ഹാവ് സെലക്റ്റഡ് എന്നുള്ളത് എന്തായാലും ഡിസ്പ്ലേ ആവണം. പിന്നെ ബാക്കിയുള്ള പോർഷൻ യു ഹാവ് സെലക്റ്റഡ് കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത് അതാണ് ഇനി നോക്കണം. ഇഫ് C1.getState, ആ ഗെറ്റ് സ്റ്റേറ്റിൻ്റെ അവിടെ ട്രൂ ആണെങ്കിൽ മെസ്സേജ് എന്തായിരുന്നു, യു ഹാവ് സെലക്റ്റഡ് പ്ലസ് C എന്നുള്ളത് വരണം. അതേപോലെ C2ന് ഗെറ്റ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ, അതായത് സ്റ്റേറ്റ് ട്രൂ ആണെങ്കിൽ എന്നാണ് ഈ ഗെറ്റ് സ്റ്റേറ്റിന് വല്ല വാല്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഓഫായിട്ടാണ് കിടക്കുന്നത്, അത് ചെക്ക് ബോക്സിൽ ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റേറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ട്രൂ അല്ലെങ്കിൽ അത് വരില്ല. അപ്പോൾ ഗെറ്റ് സ്റ്റേറ്റ് C2ന് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതേപോലെ മെസ്സേജ് യു ഹാവ് സെലക്റ്റഡ് അതാണ് മെസ്സേജ്, അത് പ്ലസ് C++ എന്ന് വരണം.
അതേപോലെ c3.getState അതിൻ്റെ കൂടെ തന്നെ മെസ്സേജ് പ്ലസ് ജാവ, അതേപോലെ PHP. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? ഇപ്പോൾ നമുക്ക് മെസ്സേജ് കിട്ടി, അതിൻ്റെ കൂടെ മെസ്സേജിൻ്റെ കൂടെ എന്താണ് വേണ്ടത്? ഇത് ഏതൊക്കെയാണോ ടിക്ക് ചെയ്തിരിക്കണേ അതിൻ്റെയൊക്കെ പേര് വരും. മെസ്സേജിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരും. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞല്ലോ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. ഇനി അതൊരു ലേബലിൽ, മെസ്സേജ് ഇപ്പോൾ നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്, അതൊരു ലേബലിൽ ഡിസ്പ്ലേ ചെയ്യണം. അതാണ് l.setText മെസ്സേജ്. അപ്പോൾ ആ ലേബലിൻ്റെ അകത്ത് ഈ മെസ്സേജ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി എന്താണ്? നമുക്കൊരു മെയിൻ ഫംഗ്ഷനാണ്. ഒരു ചെക്ക് ബോക്സ് ഡെമോ ബി ഈക്വൽ ടു ന്യൂ ചെക്ക് ബോക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തു മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത്. ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഓഫ് ചെക്ക് ബോക്സ് എന്നാണ് അതിൻ്റെ പേര് വരേണ്ടത് നമ്മൾ പറഞ്ഞത്. പിന്നെന്താണ്? b.setSize, അതിൻ്റെ ആ ഒരു ലേഔട്ടിൻ്റെ സൈസ്. പിന്നെ ആ ലേഔട്ടിൻ്റെ വിസിബിലിറ്റി ട്രൂ ആക്കി വെച്ചാൽ മാത്രമേ നമുക്കത് വിസിബിൾ ആവുള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡിഫോൾട്ടായിട്ട് എപ്പോഴും എല്ലാത്തിൻ്റെയും വിസിബിലിറ്റി ഫോൾസ് ആയിട്ടാണ് കിടക്കുക. അപ്പോൾ നമ്മൾ എന്താണ്? അതിൻ്റെ വിസിബിലിറ്റി ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ചെക്ക് ബോക്സ് പഠിച്ചുല്ലോ, അതിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒന്നാണ് റേഡിയോ ബട്ടൺ. റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൊക്കെ കാണില്ലേ, ഒരു റൗണ്ടിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ഡോട്ട് വരും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റേഡിയോ ബട്ടൺ എന്ന് പറയുക. അധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലാണ് ഇത് കാണുക. അപ്പോൾ എന്താണ് ഈ റേഡിയോ ബട്ടണും ചെക്ക് ബോക്സും തമ്മിലുള്ള ഡിഫറൻസ്? ചെക്ക് ബോക്സിലാണെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ബോക്സസിനെ നമുക്കൊരു ചെക്ക് ബോക്സ് ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഔട്ട്പുട്ടിൽ കണ്ടിരുന്നു ആ ലാംഗ്വേജസിൻ്റെ അതൊരു ഗ്രൂപ്പാണെന്ന് കൺസിഡർ ചെയ്യുക. C++, ജാവ, PHP അങ്ങനെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ബോക്സിൽ നമുക്ക് ടിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ അത് റേഡിയോ ബട്ടണിലേക്ക് വരുമ്പോൾ നമുക്കത് പറ്റില്ല. ഒരു സെറ്റിൽ ഒന്ന്. ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആൻസർ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ, ഒന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് റേഡിയോ ബട്ടണും ചെക്ക് ബോക്സും തമ്മിലുള്ള ഡിഫറൻസ്. ചെക്ക് ബോക്സ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ബോക്സിൽ നമുക്ക് ടിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ റേഡിയോ ബട്ടണിലാണെങ്കിൽ ഓൺലി വൺ ചെക്ക് ബോക്സ് ഇൻ ദ ഗ്രൂപ്പ് ക്യാൻ ബി ചെക്ക്ഡ് അറ്റ് എനി വൺ ടൈം. ഓക്കെ, ഒരു എണ്ണത്തിന് മാത്രമേ നമുക്ക് ടിക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനി അതിൽ മെയിനായിട്ട് കൺസ്ട്രക്റ്റേഴ്സൊക്കെ മറ്റേതിലുള്ള പോലൊക്കെ തന്നെയാണ്. ചെക്ക് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസ്ട്രക്റ്റേഴ്സൊക്കെ. ഇതിൽ സ്പെഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ മതിയല്ലോ. അപ്പോൾ അതിൽ മെത്തേഡ്സ് നോക്കാം. ചെക്ക് ബോക്സ് ഗെറ്റ് സെലക്റ്റഡ് ചെക്ക് ബോക്സ് ടു ഡിറ്റർമൈൻ ദ വിച്ച് ചെക്ക് ബോക്സ് ഇസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് കറൻ്റ്ലി സെലക്റ്റഡ്. അതൊരു ചെക്ക് ബോക്സ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഏതാണ് സെലക്ട് ആയിരിക്കണേ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് സെലക്റ്റഡ് ചെക്ക് ബോക്സ്. അത് കഴിഞ്ഞിട്ട് സെറ്റ് സെലക്റ്റഡ് ചെക്ക് ബോക്സ് വിച്ച് അങ്ങനെ പറഞ്ഞിട്ടൊരു മെത്തേഡ്. അതെന്തിനാണ്? ടു സെറ്റ് എ ചെക്ക് ബോക്സ് ഹിയർ വിച്ച് ഈസ് ദ ചെക്ക് ബോക്സ് ദാറ്റ് യു വാണ്ട് ടു ബി സെലക്റ്റഡ്. ഏതാണ് നമുക്കിപ്പോൾ ഇതാണ് ആൻസർ വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇതാണ് ആൻസർ എങ്കിൽ നമുക്ക് അതാണ് മാർക്കായിട്ട് വരേണ്ടത്, അതാണ് നമുക്ക് സെലക്റ്റഡ് ആവേണ്ടത്. അങ്ങനെ സിസ്റ്റത്തിനോട് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇത്. ഓക്കെ, പ്രോഗ്രാം നോക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ റേഡിയോ ബട്ടൺ ആ പേര് വന്നതെന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം ഒരു സ്റ്റേഷനിലേക്കല്ലേ ട്യൂൺ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതേ കൺസെപ്റ്റാണ് ഇവിടെ. അറ്റ് എ ടൈം ഒരു കാര്യം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ കൺസെപ്റ്റ് തന്നെ ഇവിടെ വരുന്നതുകൊണ്ടാണ് ഇതിന് റേഡിയോ ബട്ടൺ എന്ന് നെയിം വന്നത്. നമുക്ക് പ്രോഗ്രാം നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് ഈ പാക്കേജസൊക്കെ എല്ലാത്തിനും കോമൺ ആണ്. അപ്പോൾ ആ പാക്കേജസൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് റേഡിയോ ഡെമോ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാക്കി. അത് ഫ്രെയിമിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിനൊരു ബട്ടൻ്റെ അതേപോലെ തന്നെയാണല്ലോ, അപ്പോൾ ഇതിനൊരു ഐറ്റം ലിസണർ വേണം. അപ്പോൾ ഐറ്റം ലിസണർ ഇംപ്ലിമെൻറ്റ്സ് ഐറ്റം ലിസണർ എന്ന് വെച്ചു. ആ ഒരു ഇൻ്റർഫേസും കൂടെ കണക്ട് ചെയ്ത് വെച്ചു. ഇത്രയും പോർഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തു. പിന്നെ അടുത്ത് എന്താ ചെയ്തത്? ഒരു ചെക്ക് ബോക്സ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ചെക്ക് ബോക്സ് ഗ്രൂപ്പ് ഇതൊരു ഗ്രൂപ്പിൻ്റെ അകത്താണ്. നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ ഇങ്ങനെ ഇതേ സെയിം ലാംഗ്വേജസ് തന്നെയായിരുന്നു, പക്ഷേ അതിനൊരു ഗ്രൂപ്പ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് കൊടുക്കുമായിരുന്നു, ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല ചെയ്തത്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പിൽ ഒന്നിനെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെക്ക് ബോക്സ് ഗ്രൂപ്പ് CBG ഈക്വൽ ടു ന്യൂ ചെക്ക് ബോക്സ് ഗ്രൂപ്പ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ആ ചെക്ക് ബോക്സ് ഗ്രൂപ്പിൻ്റെ അകത്താണ്
ബാക്കിയുള്ള ചെക്ക് ബോക്സുകൾ C1 C2 C3 C4 ഇങ്ങനെ 4 വന്നിരിക്കണം. ഇത് റേഡിയോ ബട്ടൺ ആയതുകൊണ്ട് ആ രീതിയിലായിരിക്കും ഔട്ട്പുട്ട് വരിക. മറ്റേ സ്ക്വയറിൻ്റെ ആ സ്ക്വയർ ബോക്സ് അല്ല വരിക ഇവിടെ. അപ്പോൾ ആദ്യത്തെ ഓരോ ചെക്ക് ബോക്സ് C1 പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വാല്യൂ സെറ്റിൽ ആദ്യം നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഒന്നിൽ ട്രൂ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്ത പോലെ ഉണ്ടാവും. പിന്നുള്ളത് ഒക്കെ ഫോൾസ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പിൽ ഒന്നിന് മാത്രമേ അറ്റ് എ ടൈം ട്രൂ ആയി ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഡിഫോൾട്ടായിട്ട് ഒന്നിന് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ചെക്ക് ബോക്സ് C2 ന്യൂ ചെക്ക് ബോക്സ് C++ CBG ഫോൾഡ്. CBG എന്നുള്ള പോർഷനിൽ ഏതാണോ ചെക്ക് ബോക്സ് ഗ്രൂപ്പ് ഏതാണ് അതിൻ്റെ പേരാണ് കേട്ടോ ആ സെക്കൻഡ് പോർഷനിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റേറ്റ് ബൂളിയൻ സ്റ്റേറ്റ്. നമ്മൾ ആദ്യം മെത്തേഡ്സ് നോക്കിയപ്പോൾ പറഞ്ഞിരുന്നില്ല, ഞാനത് വരുമ്പോൾ പറയാമെന്ന്. അപ്പോൾ ഈ ഫോർമാറ്റ് കണ്ടാൽ കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ടിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്, C3 C4 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചെക്ക് ബോക്സ് ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ ഒക്കെ ഒബ്ജക്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ലേബൽ ഡിഫൈൻ ചെയ്തു, ന്യൂ ലേബലിൻ്റെ അകത്ത് എന്താ വേണ്ടത്, മെസ്സേജ് വരണം. ഇനിയൊക്കെ നേരത്തെ പറഞ്ഞ സിമിലർ സ്റ്റെപ്സ് തന്നെയാണ്. അതിൻ്റെ ലേ ഔട്ട് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തു. പബ്ലിക് റേഡിയോ ഡെമോ സ്ട്രിങ് സൂപ്പർസ് സെറ്റ് ലേ ഔട്ട് ന്യൂ ഫ്ലോ ലേ ഔട്ടായിട്ട് ഒരു ലേ ഔട്ട് ഉണ്ടാക്കണം എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് വേണ്ടതെന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി എന്താ വേണ്ടത്, ഇതൊക്കെ നമുക്ക് ആ ലേ ഔട്ടിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് C1 C2 C3 C4 പിന്നെ ആഡ് എൽ എന്താണ്, ലേബലിൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ ചെക്ക് ബോക്സിനും കറസ്പോണ്ടിങ് ഐറ്റം ലിസണർ ഉണ്ടാവും. ആ ആഡ് ഐറ്റം ലിസണർ എന്നുള്ള ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇതിനോടൊക്കെ കറസ്പോണ്ടിങ് ഐറ്റം ലിസണേഴ്സ് കൊടുക്കുക. ഇനി എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടത് അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിലെന്താണ്, പബ്ലിക് വോയിഡ് ഐറ്റം സ്റ്റേറ്റ് ചേഞ്ച്ഡ് ഐറ്റം ഇവൻറ്റ് IE. അപ്പോൾ അതിലെന്താ വരേണ്ടത്, മെസ്സേജ് എന്നുള്ള പോർഷനിൽ യു ഹാവ് സെലക്റ്റഡ് പ്ലസ് ഏതാണോ സെലക്ട് ചെയ്തത് അതിൻ്റെ ആ പേരാണ് വരേണ്ടത്. അതെങ്ങനെ കിട്ടുക, CBG.getSelected checkbox .getLabel. ഇപ്പോൾ അതിൻ്റെ ഏത് ചെക്ക് ബോക്സ് ആണ് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ആയിരിക്കണേ നോക്കണം. അതാണ് CBG.getSelected checkbox. എന്നിട്ട് അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേബൽ ഏതാണ്. ഓരോ ചെക്ക് ബോക്സിനും ഓരോ ലേബൽ ഉണ്ടല്ലോ, C++, ജാവ, PHP എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ലേബലാണ് ആ ചെക്ക് ബോക്സിനോട് അറ്റാച്ച് ചെയ്തിരിക്കണേ അത് കിട്ടണം. ഇപ്പോൾ മെസ്സേജ് എന്താ വരിക, യു ഹാവ് C എന്നാണെങ്കിൽ C എന്ന് വരും, C++ ആണെങ്കിൽ C++ വരും. അങ്ങനെയാണ് അതിൻ്റെ മെസ്സേജ് വരിക. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, L.set_text മെസ്സേജ്. ലേബലിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലേബലിൽ ഡിസ്പ്ലേ ആവേണ്ട ടെക്സ്റ്റ് ഈ മെസ്സേജ് ആണ് എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സിമിലർ തന്നെയാണ്, ചെക്ക് ബോക്സിനോട് സിമിലർ തന്നെയാണ്. അതിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ചെക്ക് ബോക്സിൽ. റേഡിയോ ബട്ടണിൽ വരുമ്പോൾ ഈ നമുക്ക് അറ്റ് എ ടൈം ഒരു കാര്യം മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ജാവയാണ്. സോ മെസ്സേജ് എന്ത് വന്നു, യു ഹാവ് സെലക്റ്റഡ് ജാവ എന്ന് വന്നു. ഇത്രയാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് നോക്കാം, വിച്ച് ഈസ് ചോയ്സ്. The choice class is used to create a pop-up list of items from which the user may choose. അതായത് ഒരു ലിസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വേണ്ടത് ചൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചോയ്സ് ലിസ്റ്റൊക്കെ കണ്ട് പരിചയമുണ്ടാവും. അപ്പോൾ എന്താ ഉണ്ടാവുക, വെൻ ദ യൂസർ ക്ലിക്സ് ഓൺ ദ ചോയ്സ് ദ ഹോൾ ലിസ്റ്റ് ഓഫ് ചോയ്സ് പോപ്സ് അപ്പ്. ആ ചോയ്സ് എന്നുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, സെലക്ട് ചെയ്യേണ്ട ആ പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് നമുക്ക് പോപ്പപ്പ് ചെയ്യും. ആൻഡ് ദ ന്യൂ സെലക്ഷൻ ക്യാൻ ബി മെയ്ഡ്. അതായത് ആ ലിസ്റ്റിൻ്റെ അകത്തുനിന്ന് പുതിയത് ഏതൊക്കെയാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈച്ച് ഐറ്റം ഇൻ ദ ലിസ്റ്റ് ഈസ് എ സ്ട്രിങ് ദാറ്റ് അപ്പിയേഴ്സ് ആസ് ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് ലേബൽ ഇൻ ദ ഓർഡർ ഇറ്റ് ഈസ് ആഡഡ് ടു ദ ചോയ്സ് ഒബ്ജക്റ്റ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓർഡറിൽ നമുക്ക് ആ ചോയ്സ് ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ ഒബ്ജക്ട്സ് ഏതൊക്കെയാണോ നമ്മൾ സെലക്ട് ചെയ്ത ആ സ്ട്രിങ് വാല്യൂസൊക്കെ നമുക്ക് ആഡ് ആവും. ആൻഡ് എപ്പോഴും ഈ കാര്യങ്ങൾ, ഈ സ്ട്രിങ് വാല്യൂസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ചോയ്സിൽ വരുന്ന ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അതെപ്പോഴും ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള അലൈൻമെൻറ്റിലാണ് കിടക്കുക. ഓക്കെ
Then each time the choice is selected, an event is generated. ഓരോ എൻട്രി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഇവൻറ്റ് ജനറേറ്റ് ആവും ആൻഡ് ദിസ് ഇസ് സെൻഡ് ടു എനി ലിസണേഴ്സ് ദാറ്റ് ഈസ് പ്രീവിയസ്ലി രജിസ്റ്റേർഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ റിസീവിങ് ഐറ്റം ഇവൻറ്റ്. ഓരോ ലിസണേഴ്സ് ഉണ്ടാവുമല്ലോ, ഈ ഇവൻറ്റ് ലിസണേഴ്സ് ഉണ്ടാവും. അത് ഏതൊക്കെ ഇവൻറ്റ് ലിസണേഴ്സ് ആണോ ഇത് ഇവൻറ്റ് നോട്ടിഫിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണേ, അതിലേക്ക് ഈ മെസ്സേജൊക്കെ പാസ് ചെയ്ത് പോവും. ആൻഡ് ഈച്ച് ലിസണർ ഇംപ്ലിമെൻറ്റ്സ് ദ ഐറ്റം ലിസണർ ഇൻ്റർഫേസ്. ഓരോ ലിസണറിന് ഐറ്റം ലിസണർ ഇൻ്റർഫേസ് ആണ് ഇവിടെ വരിക. ആൻഡ് ദാറ്റ് ഇൻ്റർഫേസ് ഡിഫൈൻസ് ദ ഐറ്റം സ്റ്റേജ്ഡ് മെത്തേഡ്. ചോയ്സിൽ ആക്ച്വലി ഒരു കൺസ്ട്രക്ടർ തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനീഷ്യലി ആ ഒരു ചോയ്സ് ലിസ്റ്റ് എപ്പോഴും എംപ്റ്റി ആയിരിക്കും. നമുക്ക് പിന്നെ അതിലെന്താ വേണ്ടത്, ഓരോ സ്ട്രിങ് ആയിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിൽ വരിക, വോയിഡ് ആഡ് സ്ട്രിങ് നെയിം to add the selection to the list. ഇനി ചോയ്സിൽ വരുന്ന കുറച്ച് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് string get selected item. It returns the currently selected string. ആ ഒരു ലിസ്റ്റിൻ്റെ അകത്തുനിന്ന് ഏത് സ്ട്രിങ് ആണ് നമ്മൾ കറൻ്റ്ലി റീസെൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കണേ അത് റിട്ടേൺ ചെയ്ത് കിട്ടും. ആൻഡ് ദെൻ int get selected index returns the index of currently selected item. ഇതറിയാം, ഏതാണോ കറൻ്റ്ലി സെലക്റ്റഡ് ആയിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് വാല്യൂ കിട്ടാനാണ്. നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്റ് ഗെറ്റ് ഐറ്റം കൗണ്ട്. ആ ലിസ്റ്റിൻ്റെ അകത്ത് എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഇസ് വോയിഡ് സെലക്ട് ഇൻറ്റ് ഇൻഡെക്സ് ടു സെറ്റ് ദ കറൻ്റ്ലി സെലക്റ്റഡ് ഐറ്റം യൂസിങ് ദ സെലക്ട് മെത്തേഡ് വിത്ത് 0 ബേസ്ഡ് ഇൻറ്റിജർ ഇൻഡെക്സ്. ആ ഇൻഡെക്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് 0 മുതലാണ് കൗണ്ട് ചെയ്ത് വരിക. നെക്സ്റ്റ് വൺ ഇസ് വോയിഡ് സെലക്ട് സ്ട്രിങ് നെയിം സെറ്റ് ദ കറൻ്റ്ലി സെലക്റ്റഡ് ഐറ്റം യൂസിങ് ദ സെലക്ട് മെത്തേഡ് വിത്ത് എ സ്ട്രിങ് ദാറ്റ് വിൽ ബി മാച്ചിങ് ദ ലിസ്റ്റ്. നമ്മൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇൻഡെക്സും സ്ട്രിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോയിഡ് സെലക്ട് ഇൻറ്റ് ഇൻഡെക്സും വോയിഡ് സെലക്ട് സ്ട്രിങ് നെയിമും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഫംഗ്ഷൻ വെച്ചിട്ട് മെത്തേഡ് വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഇസ് സ്ട്രിങ് get item int index to obtain the name associated with the item at specified index. ഈ ഇൻഡെക്സിൽ എന്ത് നെയിമാണ് കിടക്കുന്നത് അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ലാസ്റ്റ് മെത്തേഡ്. ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് നമുക്കൊക്കെ അറിയാം, വേണ്ട പാക്കേജസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചു. In the third step, we are creating a class named choice demo which extends the frame and implements item listener. അടുത്ത സ്റ്റെപ്പും കോമൺ ആണ്, ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ചോയ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൻ്റെ പേര് നമ്മൾ എന്താ കൊടുത്തിരിക്കണേ, ഡിപ്പാർട്ട്മെൻറ്റ്, DEPT ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ദെൻ ഒരു ലേബലും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലേബലിൻ്റെ അകത്ത് നമുക്ക് മെസ്സേജാണ് വരേണ്ടത്, അത് നമ്മൾ കൊടുത്തു. ഇനി അടുത്ത കാര്യത്തിൽ നമ്മൾ ലേ ഔട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പബ്ലിക് ചോയ്സ് ഡെമോ സ്ട്രിങ് എസ് സൂപ്പർ എസ് സെറ്റ് ലേ ഔട്ട് ന്യൂ ഫ്ലോ ലേ ഔട്ട്, ഇതൊക്കെ ആ ലേ ഔട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ കോമൺ തന്നെയാണ്. ഇനി അടുത്തതിൽ നമ്മൾ ചോയ്സിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യുകയാണ്. ജസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ വേറെ കൺസ്ട്രക്റ്റേഴ്സ് ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് എന്തൊക്കെ ഫീൽഡാണോ എന്തൊക്കെ ഓപ്ഷൻസ് ആണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഡയറക്റ്റ് സ്ട്രിങ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഡോട്ട് ആഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒരു എൻട്രി ചെയ്തതിൽ വരും. അതേപോലെ ഇലക്ട്രോണിക്സ് എന്നുള്ളത് ആഡ് എന്ന് കൊടുക്കുമ്പോൾ ആ ചോയ്സ് ലിസ്റ്റിൽ ഇലക്ട്രോണിക്സ് എന്നൊരു വരും, അതേപോലെ മെക്കാനിക്കൽ എന്നൊരു ഓപ്ഷൻ വരും. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡോട്ട് ആഡ് സിവിൽ എന്ന് കൊടുക്കുമ്പോൾ സിവിൽ എന്നൊരു ഓപ്ഷനും വരും. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ചോയ്സ് ലിസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, സിവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ട്രിങ് വാല്യൂസ് ഒക്കെ ആഡ് ചെയ്തു. അപ്പോൾ അതിൽ കുറേ എൻട്രീസ് ഉണ്ട്. ഇനി ഈ ചോയ്സ് ലിസ്റ്റിനെ നമുക്ക് ലേ ഔട്ടിലേക്ക് ആഡ് ചെയ്യാൻ ആഡ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. അതേപോലെ ഒരു ലേബലും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, അത് ആഡ് എൽ എന്നും കൊടുത്തു. ദെൻ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഐറ്റം ലിസണർ വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഡോട്ട് ആഡ് ഐറ്റം ലിസണർ എന്നുള്ള കാര്യം കൂടെ കൊടുത്തു. ഇനി എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടത് അതാണ് അടുത്ത മെത്തേഡിൽ പറയണേ, പബ്ലിക് വോയിഡ് ഐറ്റം സ്റ്റേറ്റ് ചേഞ്ച്ഡ് ഐറ്റം ഇവൻറ്റ് IE. ഇപ്പോൾ ഇതിലെന്താ വരേണ്ടത്, മെസ്സേജ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ആദ്യം മെസ്സേജ് എന്താണ് നള്ളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ
ഇവിടെ ഇപ്പോൾ നമ്മൾ മെസ്സേജ് എന്താ വരേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യാണ്. യു ഹാവ് സെലക്റ്റഡ് പ്ലസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോട്ട് ഗെറ്റ് സെലക്റ്റഡ് ഐറ്റം. അതായത് യു ഹാവ് സെലക്റ്റഡ് എന്നുള്ളത് കഴിഞ്ഞിട്ട് ഉള്ള പോർഷനിൽ ഏത് എൻട്രി ആണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണേ അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കാണണം. ഇതാണ് മെസ്സേജ്. ഇനി മെസ്സേജ് സെറ്റ് ചെയ്താൽ മതിയോ? അത് ലേബലിൽ കാണണം. അതിന് വേണ്ടിയിട്ട് എൽ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് മെസ്സേജ്. ലേബലിൻ്റെ ടെക്സ്റ്റ്, ലേബലിന് കറസ്പോണ്ടിങ് ഒരു ടെക്സ്റ്റ് ഉണ്ടാവും. അത് ഈ മെസ്സേജായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് എൽ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് മെസ്സേജ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് മെയിൻ ഫംഗ്ഷനാണ്. അതിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അതിൽ ചോയ്സ് ഡെമോ ബി ഈക്വൽ ടു ന്യൂ ചോയ്സ് ഡെമോ ഡെമോൺസ്ട്രേഷൻ ഓഫ് ചോയ്സ്. ഡെമോൺസ്ട്രേഷൻ ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലേ ഔട്ടാണ് വരിക. എന്നിട്ട് അതിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലേ ഔട്ടിൻ്റെ സൈസ് 450 250 ആ ഒരു സൈസിലാണ് ലേ ഔട്ട് വരിക. ഇനി ആസ് യൂഷ്വൽ അതിൻ്റെ ലേ ഔട്ടിൻ്റെ വിസിബിലിറ്റി എപ്പോഴും ഫോൾസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ബി ഡോട്ട് സെറ്റ് വിസിബിൾ ഈസ് ട്രൂ, അത് സെറ്റ് വിസിബിൾ ട്രൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ലേ ഔട്ട് കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഔട്ട്പുട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് പറയണമെന്ന് തോന്നണില്ല. ഇതിലിപ്പോൾ എന്താ, നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചോയ്സ് ലിസ്റ്റ് കാണാം. അതിൽ കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലേബൽ വന്നിട്ടുണ്ട് യു ഹാവ് സെലക്റ്റഡ് കമ്പ്യൂട്ടർ സയൻസ്. ഇനി ഒരു നിങ്ങൾക്ക് മെറ്റീരിയൽ ഒരു ലിസ്റ്റ് ബോക്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ലിസ്റ്റ് ബോക്സും ഈ ചോയ്സും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ലിസ്റ്റ് ബോക്സിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെലക്ഷൻസ് പറ്റും. ചോയ്സിലാണെങ്കിൽ അറ്റ് എ ടൈം ഒരു സാധനം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോഡ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഇതേ സെയിം കാര്യം തന്നെയാണ്. അതിലൊരു ഫോർ ലൂപ്പാണ് വെച്ചിരിക്കണതെന്ന് തോന്നുന്നു. എത്ര എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെ ആ ഫോർ ലൂപ്പിൻ്റെ അകത്തിട്ടിട്ട് ഈ ലേബലിൽ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ AWT കൺട്രോൾസ് എന്നുള്ള സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാവാത്തുണ്ടെങ്കിലൊക്കെ മെസ്സേജ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് വീക്ക് പ്രോബബ്ലി നിങ്ങൾക്കൊരു എക്സാം ഉണ്ടാവും. അപ്പോൾ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.